ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു കറിവേപ്പില ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ചിക്കൻ്റെ റെസിപ്പിനെ വേറെ തരത്തിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്ന് ഞാൻ കറിവേപ്പില ചിക്കനാണ് ഉണ്ടാക്കുന്നത്. എന്താ, കറിവേപ്പിലിൻ്റെ ഇല നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചിക്കൻ ഉണ്ടാക്കണത്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കറിവേപ്പില ചിക്കൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ചിക്കൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കറിവേപ്പില. നമ്മൾ കറിവേപ്പില ചിക്കനാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പൊ കറിവേപ്പില നന്നായിട്ട് വേണം. അപ്പൊ ഞാൻ ഇത്രയും കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ്. അത് ഞാൻ കഴുകിയിട്ട് തുടച്ച് വെച്ചിരിക്കണതാണ് കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ എല്ലാതും ഉരി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള വേണം നമുക്ക്. സവാള ഞാനിവിടെ ഒരു വലിയ സവാള 4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയില കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഞാനിത് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തക്കാളി, 2 തക്കാളി ചെറുതാക്കി നുറുക്കിയിട്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടിയിട്ട് പേസ്റ്റ് ആക്കിയതാണത്. എന്താ വെച്ചെങ്കിൽ പച്ചമുളക് ഞാനൊരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ മാത്രം എരിവാണ് നമുക്കിതിൽ വരുന്നത്. നമ്മൾ മുളക് പൊടി ഇതിൽ ഉപയോഗിക്കണേ ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പച്ചമുളക് എടുത്തിരിക്കുന്നത്. എരിവല്ലാതെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി ഞാനൊരു ടേബിൾ സ്പൂൺ നല്ലോണം എടുത്തിട്ടുണ്ട്. അതേപോലെ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണും കുറച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കുരുമുളകിൻ്റെ പൊടി. അതേപോലെ ഗരം മസാലപ്പൊടി ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇതേപോലെ ഒരു സ്പൂൺ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം, അതേപോലെ ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറിവേപ്പില ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നാലിനി ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഞാൻ ഈ ചിക്കൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. കുരുമുളക് പൊടി കുറച്ചിട്ടു. അതേപോലെ മല്ലിപ്പൊടി. ഗരം മസാലയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കുണ്ടല്ലോ ഈ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് നമുക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കുറച്ചൊരു സുറുക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട, ഒന്നും കൂടെ കുഴച്ചെടുക്കാം. നന്നായിട്ട് ഒന്നും പുരട്ടി വെക്കാം. നമുക്കിത് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് പുരട്ടി വെക്കാം. അപ്പോൾ നമുക്കിതിൽ ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും എല്ലാം അങ്ങോട്ട് പിടിച്ചോളും. ഇതിങ്ങനെ പുരട്ടി വെച്ചതിൻ്റെ ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കണ്ടു ഇതേപോലെ അത് ഇവിടെ ഇരിക്കട്ടെ. അതിലേക്കുള്ള ഉപ്പും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കുണ്ടല്ലോ ഈ കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നുമില്ല, വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് അതങ്ങോട്ട് ഒന്നങ്ങോട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ഇതേപോലെ ആയാൽ മതി കേട്ടോ. കണ്ടോ, കിരി ഇത് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, കണ്ടില്ലേ?
ഇതേപോലെ ഇങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഉണ്ടായാൽ നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ ആയാൽ നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാൻ. കണ്ടില്ലേ നമ്മുടെ കറിവേപ്പില? കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് മൊരിഞ്ഞ് വരേണ്ടത്. ഇനി നമുക്കിത് ഇങ്ങോട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോഴേക്കും ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബേ ലീഫ് ലേശം എടുത്തിട്ടുണ്ട്, പിന്നെ കറിയാമ്പൂ എടുത്തിട്ടുണ്ട്, അതേപോലെ ഏലക്കായ എടുത്തിട്ടുണ്ട്. അതായിരിക്കും ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിനി നമ്മൾ സവാള അവിടെ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തു. ഇനി നമുക്കതാണ്ട് വഴറ്റി കൊടുക്കാം. സവാള ഇവിടെ വളഞ്ഞ് വരുന്നുണ്ട്. നമുക്കിത് വേഗം വളഞ്ഞ് വരാനായിട്ട് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വളഞ്ഞ് വരട്ടെ. നമ്മുടെ സവാള അവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തക്കാളി നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഈ തക്കാളി ഒന്നുകൊണ്ട് വളഞ്ഞ് വരട്ടെ. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അത്. നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നന്നായി വളഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്കുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആക്കിയിട്ടുള്ള ബാക്കിയുള്ള പേസ്റ്റ് ഇല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തു. ഒന്നങ്ങോട്ട് വളഞ്ഞ് വരട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുരുമുളകിൻ്റെ പൊടി, ബാക്കി നമ്മൾ കുരുമുളകിൻ്റെ പൊടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ചെടുത്തിട്ട്, പിന്നെ ഗരം മസാല, അതേപോലെ തന്നെ ബാക്കിയുള്ള മല്ലിപ്പൊടി നമുക്കവിടെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നിങ്ങോട്ട് വളഞ്ഞ് വരട്ടെ. ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്നിങ്ങോട്ട് മാറി വരട്ടെ. പച്ചമണമൊക്കെ ഒന്നിങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ നമ്മളുടെ ചിക്കൻ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായി ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും, അത്രയേ വേണ്ടൂ. കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് അങ്ങോട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അതിന് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും ചെയ്യും. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് അടച്ചു വെക്കാം കുറച്ച് നേരം. നല്ല സിമ്മിൽ കിടന്നിട്ട് ഒന്ന് അങ്ങോട്ട് വെന്ത് വന്നോട്ടെ. നമുക്ക് എന്നാലും ഇനി ഇതൊന്ന് തുറന്ന് നോക്കുക. കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇതിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന. ഇത് ഇങ്ങനെ തന്നെ കിടന്ന് വെന്താൽ മതി. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. കുറച്ച് ഉപ്പിടാം. ഉപ്പ് നമ്മൾ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. ഇത്രയും മതി. ഒന്നുകൂടി വെന്ത് വരട്ടെ. നമുക്ക് എന്നാലും ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. വെന്തിരിക്കണം. ഇനി നമുക്കൊന്നും കൂടി ഇങ്ങോട്ട് ആ വെള്ളം ഒന്നും കൂടി ഇങ്ങോട്ട് അതിൽ വെള്ളം കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇങ്ങോട്ട് ആയാൽ നമുക്കിങ്ങോട്ട് കറിവേപ്പില പൊടിച്ചതൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. അപ്പോൾ എന്നാലും ഇതേപോലെ മതി കേട്ടോ. ഇപ്പോൾ ഒന്ന് ഇരുന്നിട്ടും കൂടി ഒന്ന് ആവും ചെയ്യൂല. അപ്പോൾ നമുക്ക് എന്നാലും ഇനി ഈ കറിവേപ്പില നമ്മളിതാ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടില്ലേ, ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഇട്ട് കൊടുത്തു. നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെയാണ് ഇപ്പോൾ നമ്മളെ കറിവേപ്പില ചിക്കൻ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ഈ ആഫ്രിക്കൻ മല്ലിയില ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്കിത് ഓഫാക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ കറിവേപ്പില ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. പിന്നെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അധികം സാധനങ്ങളും നമുക്ക് ആവശ്യം വരുന്നില്ല അതിന്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ കറിവേപ്പില വളരെ നല്ലതാണല്ലോ നമ്മൾ കഴിക്കണത്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും എല്ലാറ്റിനും വളരെ നല്ലതാണല്ലോ കറിവേപ്പില. പിന്നെ കറിവേപ്പില അധികം കിട്ടുന്ന സമയത്ത് ഇതേപോലെ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ കറികളിൽ എടുത്തിട്ടാം. നമ്മൾ കറിവേപ്പിൻ്റെ ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഞാൻ ഉണങ്ങിയ പോലെ ഇട്ട് പോകും. അപ്പോൾ ഇതേപോലെ പൊടിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി നമുക്ക് ഓരോന്നിലേക്ക് എടുത്തിട്ട് ഇടുകയും ചെയ്യുക. അതൊക്കെ നമുക്ക് നല്ലതാണല്ലോ ദേഹത്തിൽ എത്തണത്. അതൊക്കെയും ചെയ്തോളാം കറിവേപ്പിൻ്റെ ഇല അധികം കിട്ടുന്ന സമയത്തൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം.